ഹലോ നമസ്കാരം എല്ലാവർക്കും. അങ്ങനെ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എനിക്ക് തോന്നി ഒന്ന് ടേൺ ചെയ്യട്ടെ കേട്ടോ ക്യാമറ. ഇതാ ഇത് താഴെ ഒന്ന് പോയി എൻ്റെ കയ്യിൽ നിന്ന് വേറെ പാത്രങ്ങൾ എടുക്കാം. ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ഇന്നൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് ക്യാരറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരിക്കുള്ള അരി, അതിൻ്റെ പാകമായിട്ടുള്ളൊരു അരി ഇരിക്കുന്നുണ്ട്, കുറച്ച് അരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊരു പുലാവ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ പുലാവിന് ഞാൻ തയ്യാറാവാണ്. എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാത്രങ്ങളൊക്കെ നമുക്ക് കുറവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പെരുമാറുന്നത് പോലെ നമുക്ക് പെരുമാറാനുള്ള പാത്രങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് പെരിഞ്ജീരകം, ഒരു 2 ഗ്രാമ്പു, ഒരു 2-3 ഏലക്കായ, പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് ഉണ്ടെങ്കിൽ മതി കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ നെയ്യിലാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നെയ്യ്, അത് കുറച്ച് പെരിഞ്ജീരകം വീണുണ്ട്, നെയ്യിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ കുറച്ച് കോളിഫ്ലവർ, പിന്നെ സബോള, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം, വയറിനൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരിക്കോളം ചേർത്തേക്കണം കേട്ടോ. പിന്നെ ഒരു 2-3 പച്ചമുളക്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ബീൻസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ വാടിപ്പോയി തുടങ്ങി, മുളച്ചൊക്കെ തുടങ്ങി. അപ്പോൾ അതെന്തെങ്കിലും ഇങ്ങനെയൊക്കെ യൂസ് ആവേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാനപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആകെ വളരെ കുറച്ച് അരി മാത്രമേ എടുക്കുന്നുള്ളൂ. അരി കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അരി വെച്ചേക്കണത് ഈ കെറ്റിലാണ് ഞാൻ ഈ ചോറ് വെക്കുക കേട്ടോ. ഇലക്ട്രിക് കെറ്റിലാണ് ഞാൻ ചോറ് വെക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ചോറ് അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആകെ കൂടി ഒരു ഗ്ലാസ് തികച്ചില്ല, ഇച്ചിരിക്കോളം ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരാളല്ലേ ഉള്ളൂ. അപ്പം ഈ പച്ചക്കറിയൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ആവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വളരെ കുറച്ച് അരി മാത്രമേ ഉള്ളൂ. അത് ഞാൻ പകുതി വേവാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പരിപാടികളിലേക്ക് തുടങ്ങാം. ഇവിടെ സ്ഥലക്കുറവൊക്കെ ഉണ്ട്. എൻ്റെ കിച്ചൺ കണ്ടോ, കുഞ്ഞി കിച്ചനാണ്. അപ്പോൾ വളരെ സ്ഥലക്കുറവൊക്കെയാണ്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഓൾറെഡി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെയ്യ് ഒഴിച്ചിട്ടുള്ള പരിപാടികൾ നമുക്ക് അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് കട്ടയായി, ഇവിടെ തണുപ്പല്ലേ. ഇച്ചിരിയും കൂടെ നെയ്യിടാം. വീണില്ലല്ലോ. അപ്പോൾ നമ്മൾ നെയ്യിട്ടു. നമ്മൾ നെയ്യിട്ടു. അപ്പം ഇനി നമ്മളിത് ഈ കൂട്ടുണ്ടല്ലോ, ഈ കൂട്ട് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. ഞാൻ എല്ലാം ഒരുമിച്ചിടാണേ. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പെരിഞ്ജീരകമൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പം നമ്മളിത് ഓരോന്നായിട്ട് ചേർക്കാണ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ആദ്യം നമുക്കിതെല്ലാം ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നാട്ടിൽ ബിരിയാണി വെക്കണ ഓർമ്മയൊക്കെ വരുന്നു കാരണം നമ്മൾ വീട്ടിലുള്ളപ്പോഴല്ലേ ഈ പരിപാടിയൊക്കെ ചെയ്യുക. ഇവിടെ വന്നപ്പോൾ അങ്ങനെ ബിരിയാണി വെപ്പോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നാട്ടിൽ ചെല്ലുമ്പോഴാണ് ബിരിയാണിയൊക്കെ കഴിക്കണത്. അപ്പോൾ എനിക്ക് പച്ചക്കറിയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പം ഒരു ആഗ്രഹം, എന്നൊരു പുലാവ് ആക്കിക്കൂടെ എന്നതിൽ. എനിക്ക് വേറെ സൈഡ് ഡിഷായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഈ പുലാവ് മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്ഥലപരിമിതി ഉള്ള കാരണം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ വേണമെങ്കിൽ ഇനി കുഞ്ഞടുപ്പിലേക്ക് വെക്കണോ? ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കണം. എന്തായാലും സൂം ചെയ്യാൻ പറ്റുമോ? സൂം ചെയ്യാം. ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കുറച്ച്. ഓക്കെ. സോ നമ്മളുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മളുടെ പച്ചക്കറികൾ നമുക്കിടാം. ഓരോന്നായിട്ടിടാം. നമ്മുടെ കോളിഫ്ലവർ ഇടാം,
പിന്നെ ക്യാരറ്റ് ബീൻസ് നമുക്ക് അരിഞ്ഞതിടാം. ക്യാരറ്റും ബീൻസ് അരിഞ്ഞതിടാം. പച്ചക്കറി കൂടാനാ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ മട്ടർ, ഫ്രഷ് മട്ടർ മൊത്തം ഇട്ടില്ല കേട്ടോ. ഇത് നല്ല രീതിയിൽ പച്ചക്കറിന് കൂടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് വിറ്റാമിൻസിൻ്റെ കുറവുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇങ്ങനെ ആവട്ടെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇതിലേക്കുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ചേർക്കേണ്ടി വരും അരി ഇട്ടതിന് ശേഷം. കാരണം ഞാൻ അരി ഇട്ടതിന് ശേഷം അരിയിൽ ഞാൻ ഉപ്പിടാതെയാണ് വേവിച്ചേക്കണേ. നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഉപ്പിട്ടിട്ട് വേവിച്ചോട്ടാ. ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പം ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി വരണം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം ചേർക്കാം കേട്ടോ. ഒരു പൊടിക്കും കൂടി വേണമെങ്കിൽ നെയ്യ് നമുക്ക് ചേർക്കാം. ഒരു പൊടിക്കും കൂടി ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടേതൊരു തട്ടിക്കൂട്ട് എന്താ പറയുക, പുലാവാണ്. പ്രൊഫഷണലായിട്ടൊന്നും ആരും ചിന്തിക്കരുത്. തട്ടിക്കൂട്ട് പുലാവാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് പുലാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവാനായിട്ടുള്ളൊരു സമയം വേണം നമുക്ക്. കാരണം ഞാൻ ഓൾറെഡി കോളിഫ്ലവർ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേവിക്കാൻ മീൻസ് അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം കുറച്ച് കുക്കഡൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ബീൻസൊക്കെയാണ്, അത് ജസ്റ്റ് ഒന്ന് ആവി കിട്ടിയാൽ മതിയല്ലോ, അറിയാലോ. അപ്പോൾ അത് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിതിൽ വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒരു സാധനം മസാലപ്പൊടി ഞാൻ ആഡ് ചെയ്യണില്ല. കാരണം എനിക്കതിൻ്റെ ആ ഒരു കളറ് ഇങ്ങനെ വൈറ്റ് റൈസിൽ ഈ പച്ചക്കറികൾ കിടക്കുന്നതാണ് എനിക്കിഷ്ടം കാണാനായിട്ട്. എത്ര പേർക്ക് അത് ഇഷ്ടമുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ചിലർ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട്, നമുക്ക് മസാലപ്പൊടി വേണമെങ്കിൽ ഒരു തുണ്ട് നമുക്കിടാം, ഒരു മണത്തിന് വേണ്ടി നമുക്കിടാം. അല്ലാതെ ഇങ്ങനെ ഒരു മഞ്ഞ കളറ് ചുമന്ന കളറ് എനിക്കത് ഇഷ്ടമല്ല. അപ്പം മസാലപ്പൊടി ഞാൻ എന്തായാലും ഗരം മസാലയുടെ പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വരുമ്പോൾ നെസ്റ്റോന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന നമ്മുടെ മസാലപ്പൊടി ഉണ്ട്. അപ്പോൾ അത് ഞാനിടാം. അപ്പോൾ അതൊരു തുണ്ടിട്ട് കഴിഞ്ഞാൽ മതി. എനിക്കിങ്ങനെ വെള്ള ചോറിൽ കിടക്കണതാണ് എനിക്കിഷ്ടം. മിക്കവാറും എൻ്റെ ചോറ് പച്ചക്കറി കൂടാനാണ് ചാൻസ് കേട്ടോ. കാരണം ചോറ് അത്ര അധികം ഇല്ല, പക്ഷേ സാരമില്ല. കാരണം പച്ചക്കറി കുറച്ച് അകത്തേക്ക് ചെല്ലണത് നല്ലതാണല്ലോ. കാരണം നമുക്കിവിടെ പ്രത്യേകിച്ച് വേറെ വൈറ്റമിൻസൊന്നും ഞാൻ മീനൊക്കെ വാങ്ങാറുണ്ട്, വല്ലപ്പോഴൊക്കെ വാങ്ങുള്ളൂ. കാരണം ഇവിടുത്തെ മീനിൻ്റെ ഒരു സ്മെല്ല് എനിക്കിഷ്ടമല്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാനങ്ങനെ വാങ്ങുന്നത് വളരെ കുറവാണ്. പിന്നെ ചിക്കൻ വാങ്ങുന്നതായാലും കുറവാണ്. എന്നാലും ഇനി ഞാൻ വാങ്ങുമ്പോൾ എന്തായാലും ഞാൻ ശ്രമിക്കാം. മീനൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ദിവസം ഒരു മിളകിട്ട മീൻകറി, എൻ്റെ സ്റ്റൈലിൽ. നമുക്കിവിടെ തേങ്ങ അരയ്ക്കാനുള്ള സംവിധാനങ്ങളും മിക്സിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ മുളകിട്ട മീൻകറി എന്നുള്ളത്, ആ മുളകിട്ട മീൻകറി തന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒരു 5-6 കഷ്ണം മീൻ, ഒരു 1/2 കിലോ മീൻ ഉണ്ടെങ്കിൽ എനിക്കൊരു 3 ദിവസം കൂട്ടാനുള്ളതുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇതേപോലെ തന്നെയാണ് മിക്കവാറും. അപ്പോൾ ഇത് ഇവിടെ തണുപ്പുള്ള കാരണം കൊണ്ട് പെട്ടെന്നൊന്നും നാശാവില്ല. അപ്പോൾ നാളത്തേക്ക് അഥവാ ബാക്കി വരികയാണെന്ന് വെച്ചാൽ ഇതൊന്നും മൊത്തം എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ബാക്കി വരും. അപ്പോൾ ഞാൻ നാളത്തേക്ക് അത് എടുത്ത് വയ്ക്കും. നാളെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ നാളെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വല്ല കോളിഫ്ലവർ കൊണ്ട് വല്ല കറി എന്തെങ്കിലും ഉണ്ടാക്കാം എന്നല്ലാതെ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. അച്ചാർ ഇരിക്കേണ്ട, അച്ചാർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അത് കാരണം കൊണ്ട് എനിക്കിനി വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യ. പിന്നെ എന്ത് കറി ഉണ്ടാക്കുക? പിന്നെ ഈ കോളിഫ്ലവറൊക്കെ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ചിക്കനൊക്കെ വാങ്ങാൻ നിൽക്കണം. ചിക്കനൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലവാവില്ല അത്രയും പെട്ടെന്ന്. കാരണം അപ്പം എനിക്ക് ഒരു 1/2 കിലോ ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. മിക്കവാറും ഞാനൊരു 4-5 ദിവസമൊക്കെ ഓടിക്കും. അതുകൊണ്ട് ഓടിക്കാന്ന് വെച്ചാൽ അത് നമുക്ക് ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് തിന്നാനൊരു സുഖമില്ല. ഈ പിള്ളേരുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഞാനിതൊന്ന് വെന്തോന്ന് നോക്കട്ടെ കേട്ടോ. കോളിഫ്ലവർ നോട്ടാദ്യം. ബീൻസ് ആയിണ്ട്. കുറച്ച് ഉപ്പിടാന്ന് തോന്നുന്നു എനിക്ക്. ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിടാനേ.
ഞാൻ കുറച്ചധികം ഉപ്പിടുന്നുണ്ട്, കാരണം നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ചോറിലേക്കും കൂടി ഉപ്പ് ആവശ്യം വരും. അപ്പം അതിനുള്ള ഉപ്പുണ്ട്. ദൈവമേ, ഗ്യാസ് കഴിയാറായി. ഈശ്വരാ, റെഡ് ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് അടി പിടിക്കണ പോലെ എനിക്ക് തോന്നുന്നു, നെയ്യ് കുറവായിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർക്കാണ്. കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്താൽ മതി. ഹെൽത്ത് ഒക്കെ നോക്കുന്ന ആൾക്കാർ, എനിക്കും ചെറുതായിട്ട് കൊളസ്ട്രോളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ എന്നൊന്നും എപ്പോഴെപ്പോഴും ഈ നെയ്യ് കഴിക്കലൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ഇത് വെക്കണം, ഞാൻ നെയ്യ് കൂട്ടിയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നത് തന്നെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇടയ്ക്ക് പരിപ്പ് പായസം ഉണ്ടാക്കും, അതിലേക്ക് മാത്രം ഞാൻ നെയ്യ് ചേർക്കാറുള്ളൂ. അതും ഒരു 1/4 ടീസ്പൂണൊക്കെയാണ് ചേർക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ആയി എന്നുള്ളത്. എനിക്ക് അരി ഇടാമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ചോറിടാണേ. വാവ്, എൻ്റെ പുലാവ് റെഡി, അടിപൊളി. ഞാൻ ഞാൻ ഗരം മസാലപ്പൊടി ഇടാൻ മറന്നു അല്ലേ, അത് നമ്മൾ വിചാരിച്ചല്ലേ, ഒരു കൊണ്ട് ഇടാം. കണ്ട, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. മൈ ഗോഡ്, എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളി. അപ്പോൾ അതാ ഗരം മസാല ഇടാണ്. എൻ്റെ മസാല ഇതിൻ്റെ ഇത് കണ്ടോ, ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു ഇച്ചിരി മസാലപ്പൊടി ഇതിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരിക്കോളം തൂവി കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മതി, ഒരു മണത്തിന്, അധികം ഒന്നും ഇടണ്ട. അപ്പോൾ അതാ നമ്മുടെ പുലാവ് റെഡി. വാവ്, സൂപ്പർ. പച്ചക്കറിയൊന്നും കൂടി പോയിട്ടില്ല കേട്ടൊക്കെ, കറക്റ്റാണ്. എൻ്റെ പൊന്നോ, എൻ്റെ പരീക്ഷണമായിരുന്നു ഇത്. അടിപൊളി കിടുക്കാച്ചി. കഴിച്ചോട്ടെ, ഞാൻ ഉപ്പുണ്ടോ നോട്ടെ. ഉപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുലാവ് റെഡി. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം ഇനി കഴിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്പെഷ്യൽ പുലാവ് ഇവിടെ റെഡിയായി. എൻ്റെ വെജിറ്റബിൾ പുലാവാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് ഞാൻ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാനും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കളറും. പിന്നെ ഇതാ ഒരു അച്ചാർ, ഞാൻ നാരങ്ങച്ചാറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ നാരങ്ങച്ചാർ മാത്രമേ ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടുന്നുള്ളൂ. വേറെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഒന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല എന്നുള്ളതാണ് രസം. കാരണം രസം എന്ന് പറയല്ലേ, കണ്ടോ, ഈ ചോറും ഈ അച്ചാറും ഇത് തന്നെ ധാരാളമാണ്. പിന്നെ തൈരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നമുക്കിവിടെ തൈരൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ തൈരൊക്കെ ഉള്ളവരാണെങ്കിൽ തൈരും കൂടി കൂട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ടേസ്റ്റ് നോക്കാന്നുള്ളതാണ് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയം. അപ്പം ഇനി ടേസ്റ്റ് നോക്കാൻ പോവാണ്. ദാ എൻ്റെ പുലാവ്, യമ്മി പുലാവ്. കണ്ടോ, എൻ്റെ പുലാവ് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അയ്യോ. അപ്പോൾ അതാ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക, ശ്രമിച്ച് നോക്കുക. ഒന്നുമില്ലല്ലോ, ഈ പച്ചക്കറികൾ അരിഞ്ഞെടുക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി ഞാൻ. അപ്പോൾ അതാ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഒരു കഷ്ണവും കുറച്ച് പച്ചക്കറിയും. ഭയങ്കര ചൂടുണ്ട്. കൊതി കൂടിയ കാരണം കൊണ്ട് ചൂടുള്ള കാരണം കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ അതാ ഞാൻ അച്ചാറിലൊന്ന് മുക്കുന്നുണ്ട്. എന്നിട്ട് സൂപ്പർ, അടിപൊളി കിടുക്കാച്ചി, ഒന്നും പറയാനില്ല. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ ചോറ് തന്നെ വെറുതെ കഴിക്കാം.
അയ്യോ ശരിക്കും ബിരിയാണിയൊക്കെ കഴിക്കണ ഒരു ഇത് തോന്നുന്നു എനിക്ക്. സൂപ്പർ. അച്ചാറെടുത്ത് ഒരു ഉരുളയും കൂടി നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, ഞാനിത് അവസാനിപ്പിക്കട്ടെ. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല, അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക, അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം കേട്ടോ. ടാറ്റാ, സീ യു, ബൈ.